Good morning. Good morning, teacher. Good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് അല്ലേ നിർത്തിയത്? Yes, teacher. അത് ഫുള്ള് പറഞ്ഞില്ലേ? അത് പറഞ്ഞു ടീച്ചർ. പറഞ്ഞല്ലേ? വായിച്ചിട്ടുണ്ടായിരുന്നോ? എല്ലാരും വായിച്ചില്ലേ? Yes, teacher. ഓക്കെ. അപ്പൊ നമുക്കിനി പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷന്റെ പ്രിപ്പറേഷൻ പറയാം കേട്ടോ. ഇതിനകത്ത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സ് എഴുതണം കേട്ടോ. മലയാളത്തിൽ എഴുതി വെക്കുക, ഇംഗ്ലീഷിലും എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, രണ്ട് ഇതിലും നോട്ട്സ് പറയൂ. അപ്പൊ ഒന്ന് എഴുതി വെച്ചാൽ മതി. മലയാളത്തിൽ എഴുതണം. ആവശ്യമുള്ളവര് മാത്രം എഴുതിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട്, അതായത് മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. നിർബന്ധമൊന്നും ഇല്ല, വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. A proper and clear preparation and equilibrium of patients should be done prior to transfer to prevent any hostile events or deterioration, worsening of the patient's clinical condition. The patient should be properly revived and balanced to the maximum extent possible without wasting undue time. In the course of the preparation, patients A, B, C, and D, airway, breathing, circulation, and disability should be examined, and any connected curable problems should be rectified. In this context, the use of pre-transfer checklist helpful. അതായത് രോഗിയുടെ ട്രാൻസ്ഫറിന് മുമ്പ് രോഗിയുടെ വ്യക്തമായതും കൃത്യമുള്ളതുമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട്, അതായത് രോഗിയെ നമ്മള് പ്രീ ട്രാൻസ്ഫർ ആണ് കേട്ടോ. രോഗിയെ നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് രോഗി എന്ത് ചെയ്യണം? നമ്മള് വ്യക്തമായിട്ടും കൃത്യമായിട്ടും രോഗിക്ക് വേണ്ട ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകള് നടത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇങ്ങനെ നടത്താനുള്ള പ്രധാന കാരണം, അതായത് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന്റെ ആവശ്യകത എന്താന്ന് വെച്ചാല്, അതായത് രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ കേട്ടോ, അതായത് രോഗിയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാകാതിരിക്കാനായിട്ട്, അതായത് അയാളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താല് അയാളെ റിസീവ് ചെയ്യുന്ന എത്തുന്ന സ്ഥലത്തിന് മുമ്പായിട്ട് എന്ത് സംഭവിക്കും? അതായത് അയാളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ടതാകില്ല, വീക്ക് ആകില്ല, നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവില്ല നമ്മൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താൽ കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ കണ്ടീഷൻ മോശമാകാതിരിക്കാനാണ് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുന്നത് തിടുക്കത്തിലുള്ള സംഭവങ്ങൾ തടയുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ രോഗിയെ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ നടത്തുന്നത് അല്ലെ. ഒരു കാരണം എന്ന് വെച്ചാൽ എന്താണ്? രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ മോശമാകാതിരിക്കാനും, രണ്ടാമത്തേതെന്ന് വെച്ചാല് തിടുക്കത്തിലുള്ള, അതായത് എമർജൻസി ആയിട്ടുള്ള സംഭവങ്ങൾ, ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പൊ രോഗി പെട്ടെന്ന് രോഗിക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് എന്തെങ്കിലും വരാ, അല്ലെങ്കിൽ രോഗിക്ക് പെട്ടെന്ന് വിറയലോ അങ്ങനെയുള്ള, അതായത് അയാളുടെ ബോഡിയെ സംബന്ധിച്ച് എന്തൊക്കെയാണോ പെട്ടെന്ന് സംഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങള് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രീ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത് കേട്ടോ നമ്മള്. അപ്പൊ എന്തിനാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ക്ലിനിക്കൽ കണ്ടീഷൻ മോശമാകാതിരിക്കാനും, തിടുക്കത്തിലുള്ള, അതായത് എമർജൻസി ആയിട്ടുള്ള ഇൻസിഡൻസുകൾ രോഗിക്ക് വരികയാണെങ്കിൽ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറെടുപ്പുകൾ രോഗിയിൽ നടത്തുന്നത് കേട്ടോ. ഇനി അനാവശ്യമായി സമയം പാഴാക്കാതെ രോഗിയെ ശരിയായി പുനരുജ്ജീവിപ്പിക്കുകയും സാധ്യമായ പരമാവധി ഇക്വിലിബ്രിയം, അതായത് സന്തുലിതാവസ്ഥയിൽ ആക്കുകയും വേണം. അപ്പോ രോഗിയെ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാളുടെ, അതായത് ഒട്ടും സമയം പാഴാക്കാതെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അയാളുടെ ബോഡിയില് നോർമൽ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യേണ്ടത് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമുള്ളതാണ്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതായത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷനിൽ വരുന്നത് 4 കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് തയ്യാറെടുപ്പ് നടത്തുന്നത്? രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് രോഗിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണത്? ഒന്ന്, അതായത് ABCD ആണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ക്യാപിറ്റൽ ലെറ്റർ ABCD കണ്ടിട്ടില്ലേ അവിടെ? അതായത് ഈ 4 തയ്യാറെടുപ്പുകളാണ് എന്ത് നടത്തുന്നത്? രോഗിയിൽ നടത്തുന്നത് എപ്പോ? ട്രാൻസ്ഫറിന് മുമ്പായിട്ട്. അതായത് A എന്ന് പറയുന്നത് എയർവേ ആണ് കേട്ടോ. A എന്ന് പറയുന്നത് എയർവേ ആണ്. B എന്ന് പറഞ്ഞാല് ബ്രീത്തിങ് ആണ് കേട്ടോ. B എന്ന് പറഞ്ഞാല് ബ്രീത്തിങ് ആണ്. C എന്ന് പറഞ്ഞാല് സർക്കുലേഷൻ ആണ് കേട്ടോ. C എന്ന് പറഞ്ഞാല് സർക്കുലേഷൻ ആണ്. D എന്ന് പറഞ്ഞാല് ഡിസബിലിറ്റി ആണ്. അപ്പൊ ഒന്ന് എഴുതിയെടുത്തേ നിങ്ങള്. എഴുതിയെടുക്കുന്നില്ലേ? എഴുതിയെടുക്കുക കേട്ടോ. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ട് A എന്ന് പറഞ്ഞാല് എയർവേ കേട്ടോ. A എന്ന് പറഞ്ഞാല് എയർവേ. B എന്ന് പറഞ്ഞാല് ബ്രീത്തിങ് കേട്ടോ. B എന്ന് പറഞ്ഞാല് ബ്രീത്തിങ്. C എന്ന് പറഞ്ഞാല് സർക്കുലേഷൻ. C എന്ന് പറഞ്ഞാല് സർക്കുലേഷൻ. D എന്ന് പറഞ്ഞാല് ഡിസബിലിറ്റി കേട്ടോ. വൈകല്യം കേട്ടോ. ഡിസബിലിറ്റി അഥവാ വൈകല്യം. ഓക്കെ. അപ്പൊ നമ്മൾ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാൾ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഏതൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടത്? ഏതൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടത് പറഞ്ഞേ. ഏതൊക്കെ കാര്യങ്ങളാ? 4 കാര്യങ്ങൾ ചെയ്യണം. ഏതൊക്കെയാ? എയർവേ, ബ്രീത്തിങ്, പിന്നെ ഡിസബിലിറ്റി കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ രോഗിയില്, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇനി എന്താണ് എയർവേ എന്ന് നോക്കാം കേട്ടോ. Airway. The patients with the possibility of airway compromise in the course of transfer should be electively intubated with the endotracheal tube, ETT, with a cuff which should be fixed properly after verifying its exact position. Some patients need a properly placed nasogastric tube in order to prevent aspiration of gastric contents during transfer. The cervical spine stabilization may be needed in some trauma patients. അതായത് എയർവേ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? എയർവേ കൊടുക്കുന്നത്, എയർവേ എന്ന് പറയുന്നത് എങ്ങനെയാ അത് അപ്ലൈ ചെയ്യുന്നത്? അത് മതിയായിട്ടുള്ള വായു സഞ്ചാരവും ഓക്സിജനും നൽകാൻ വേണ്ടിയിട്ടാണ് എയർവേ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ട്രാൻസ്ഫർ സമയത്ത് എയർവേയിൽ വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയുള്ള രോഗികളെ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികളെ എന്ത് ചെയ്യുന്നവര് എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ച് ഇൻറ്റുബേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ട്യൂബ്? ഇപ്പോ എന്താ പറയാ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കാണാൻ സാധിക്കും. ട്യൂബ് അവരുടെ വായിലിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇങ്ങനെ, അതായത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിനെ അവരുടെ മുൻകരുതല് അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റുബേറ്റ് ചെയ്യുന്നുണ്ട്. അത് എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് രോഗികളെ എന്ത് ചെയ്യുന്നത്? ഇൻറ്റുബേറ്റ് ചെയ്യുന്നത്. അത് അതിന്റെ കൃത്യമായ സ്ഥാനം പരിശോധിച്ച ശേഷം ശരിയായി ഉറപ്പിക്കേണ്ടതാണ്. അപ്പൊ എന്താണ് ഇത് ശരിയായ വണ്ണം എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഈ രോഗിയില് മതിയായിട്ടുള്ള വായു സഞ്ചാരവും ഓക്സിജൻ, ചിലപ്പോൾ എന്താണ് ക്രിട്ടിക്കലി ഇതായിട്ടുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് തനിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്വാസം എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ട് വേണം, അത് ശരിയായിട്ട് അത് ഫിക്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ചില രോഗികൾക്ക് എന്താണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗ്യാസ്ട്രിക് കണ്ടന്റ് ഇല്ലാതിരിക്കാനായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ് എന്ത്? നാസോ ട്രാസ്റ്റിക് ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 2 തരം കാര്യങ്ങളാണ് എയർവേയിൽ ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞത് എൻഡോട്രക്കിയൽ ട്യൂബ് ആണ്. അത് നമ്മൾ വായുക്കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ആ ട്യൂബ് കൊടുക്കുന്നകത്തേക്ക് കേട്ടോ. അത് ഞാൻ വിശദാംശം പറയാം. ഇനി നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ വയറ്റിനുള്ളിലെ ഗ്യാസ്ട്രിക് അംശങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ നാസോഗ്രാസ്റ്റിക് ട്യൂബ് ഉപയോഗിക്കുന്നത്. അപ്പൊ 1 എൻഡോട്രക്കിയൽ ട്യൂബ് ആണ്, 2 നാസോഗ്രാസ്റ്റിക് ട്യൂബ് ആണ്. ഇതാണ് എയർവേ മെത്തേഡില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി
ചില ട്രോമ രോഗികളിലാണെങ്കിൽ എന്താണ് ഒരു എന്താ പറയാ ഈ അതായത് നട്ടെല്ലിന്റെ ഒക്കെ ഒരു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് നട്ടെല്ല് അതായത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗികളാവുമ്പോൾ അവരുടെ ശരീരം ബോഡി എന്ന് പറയുന്നത് അനങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ബോൺ സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ നട്ടെല്ലൊക്കെ എന്താ ചെയ്യാൻ പാടില്ല, അനങ്ങാനായിട്ട് പാടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് എന്ത് വേണം, അതായത് ചില കാര്യങ്ങൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ പറയാം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. അതായത് എയർവേയിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും എൻഡോട്രക്കിയൽ ട്യൂബ്, നാസോഗ്രാസ്റ്റിക് ട്യൂബ് ആണ്. ഇനി എന്താണ് ഈ എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് നമുക്ക് നോക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക്? ഓക്കെ. ഇനി എൻഡോട്രക്കിയൽ ട്യൂബ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശ്വാസനാളത്തിന്റെ വായുസഞ്ചാരം സുഗമമാക്കുന്നതിനും ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം തടസ്സപ്പെടാനുള്ള സാധ്യത തടയുന്നതിനും ഗുരുതരമായി പരിക്കേറ്റവരെയോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരെയോ പിന്നെ എന്താണ് അനസ്തേഷ്യ കൊടുത്തവർക്കൊക്കെ എന്താണ് ഈ ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അതായത് നമ്മുടെ ശ്വാസനാളത്തിന്റെ വായുസഞ്ചാരം സുഗമമാക്കാൻ, അതായത് ഞാൻ പറഞ്ഞു ഇപ്പോ ആക്സിഡന്റ് പറ്റിയ ഒരു രോഗിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഗുരുതരമായിട്ട് രോഗങ്ങളുള്ള ഒരു രോഗിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്ത പേഷ്യൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് മര്യാദക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. മര്യാദക്ക് എന്താണ് അവരുടെ ശ്വാസനാളത്തിലെ വായുസഞ്ചാരം സുഗമമായിട്ട് നടക്കില്ല. അപ്പോ അങ്ങനെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് രോഗികളിൽ അപ്ലൈ ചെയ്യുന്നത്. ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം തടസ്സപ്പെടാനുള്ള സാധ്യത തടയുന്നതിന്, അതായത് ശ്വാസം മുട്ടൽ ഉണ്ടാവും ഇങ്ങനെയുള്ള രോഗികളില്, അല്ലെങ്കിൽ ശ്വാസം തടയാനുള്ള, അതായത് ശ്വാസം മുട്ടല്, ശ്വാസം തടസ്സപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് രോഗികളിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ല, അതായത് വായിക്കൊണ്ട് ഒരു ട്യൂബ് കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ അതിന്റെ ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. അപ്പൊ രോഗികളിൽ എന്താണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കരുതലുകൾ എടുത്താൽ തന്നെ എന്താണ് രോഗി അധികം പ്രശ്നങ്ങളില്ലാതെ റിസീവിംഗ് സ്ഥലത്ത് എത്തും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എയർവേയിൽ വരുന്നത് ETT വരുന്നുണ്ട്, പിന്നെ എന്താണ് നാസോഗ്രാസ്റ്റിക് ട്യൂബ്. ഇനി എന്താണ് നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്ന് നോക്കാം കേട്ടോ. നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാല് ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ETT എന്ന് പറഞ്ഞാൽ വായിലൂടെ കൊടുക്കുന്നതാണ് അല്ലെ. ഇനി നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാല് മൂക്കിലൂടെ അന്നനാളത്തിലേക്ക് കുഴൽ കടത്തിവിടുന്നതാണ് കേട്ടോ. മൂക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അന്നനാളത്തിലേക്കാണ് കേട്ടോ, നമ്മുടെ അന്നനാളത്തിലേക്കാണ്. ഇതാണ് ETT ആണെങ്കിലോ എങ്ങോട്ടാ പോകുന്നേ, എങ്ങോട്ടാ, എൻഡോട്രക്കിയൽ ട്യൂബ് എങ്ങോട്ടാ പോകുന്നേ, ഞാൻ പറഞ്ഞല്ലോ, എന്തിന്റെ വായുസഞ്ചാരം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. പറ ആരെങ്കിലും, എന്തിന്റെ വായുസഞ്ചാരം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോട്രക്കിയൽ ട്യൂബ് യൂസ് ചെയ്യുന്നേ? ശ്വാസനാളത്തിന്റെ കേട്ടോ. ശ്വാസനാളത്തിലാണ് എന്ത് ചെയ്യുന്നേ, ഇത് ഘടിപ്പിക്കുന്നത് കേട്ടോ. വായുവിലൂടെ അങ്ങോട്ടാണ് പോകുന്നത് ഈ ട്യൂബ്. ഇനി നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാല് മൂക്കിലൂടെ അന്നനാളത്തിലേക്കാണ് എന്ത് പോകുന്നത്, ഈ ഒരു നാസോഗ്രാസ്റ്റിക് ട്യൂബ് കടത്തിവിടുന്നത് കേട്ടോ. ആ ഒരു കുഴൽ കടത്തിവിടുന്നത് അന്നനാളത്തിലേക്കാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് ഒന്നില്ലെങ്കിൽ എന്താണ് ഭക്ഷണ പദാർത്ഥങ്ങൾ രോഗിയുടെ ഉള്ളിൽ എത്തിക്കാനായിട്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ രോഗികളില്? ലിക്വിഡ് ആയിട്ടുള്ള ഫോംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡുകളൊക്കെ കൊടുക്കാറില്ലേ രോഗികൾക്ക്? കാരണം കഴിക്കാൻ പറ്റാത്ത കോമ പേഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത്, ഇങ്ങനെ എന്താണ് മൂക്കിലൂടെ ഈ ഒരു ട്യൂബ് കടത്തി വിട്ടിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ലിക്വിഡ് ഫോമിലാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളെ രോഗിയുടെ ഉള്ളിൽ എത്തിക്കുന്നതിനായിട്ട്, അതുമാത്രമല്ല അത് കൂടാതെ രോഗിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഉണ്ടാവുമല്ലോ, അതായത് ഈ വയറിനുള്ളിൽ എന്താണ് ഗ്യാസ്ട്രിക് കണ്ടൻസ് ഉണ്ടാവും നമുക്ക്. അപ്പൊ അത് റിമൂവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാസോഗ്രാസ്റ്റിക് ട്യൂബ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ അതായത് ഇങ്ങനെയുള്ള, അതായത് ഈ കിടപ്പിലായ പേഷ്യൻസ് അല്ലെങ്കിൽ അസുഖമുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയ പേഷ്യൻസിനൊക്കെ എന്താണ് അവരുടെയൊക്കെ ഈ അന്നനാളത്തിന്റെ ഉള്ളിൽ എന്താണ് വായു നിറഞ്ഞിരിക്കും. അപ്പൊ ഗ്യാസ് ഇത് ഫോം ചെയ്യും, ഗ്യാസ്ട്രിക് കണ്ടന്റ് അവിടെ ഫോം ചെയ്യും വായു നിറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ അത് റിമൂവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു നാസോഗ്രാസ്റ്റിക് ട്യൂബ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ
ഞാൻ പറഞ്ഞു നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നതാണ്. എന്നാൽ എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറഞ്ഞാൽ വായിലൂടെ ശ്വാസനാളത്തിലേക്ക് കടത്തിവിടുന്നതാണ്. എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് എന്താണ് വായുസഞ്ചാരം സുഗമമാക്കുന്നതിനും രോഗിക്ക് എന്താണ് നല്ല രീതിയിൽ ശ്വസിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, എൻഡോട്രക്കിയൽ ട്യൂബ് വഴി ആ ഒരു ഇത് വെന്റിലേഷൻ കൊടുക്കുന്നത്. എന്നാൽ നാസോഗ്രാസ്റ്റിക് ട്യൂബ് എന്ന് പറഞ്ഞാല് രോഗിയുടെ മൂക്കിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിട്ട് രോഗികളിൽ ഫുഡ് എത്തിക്കാനും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് കണ്ടൻസ് രോഗികളിൽ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നാസോഗ്രാസ്റ്റിക് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് അടുത്തതൊരു പോയിന്റ് കൂടി ഉണ്ട് അവിടെ, സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. ചില രോഗികളിൽ എയർവേ മെത്തേഡിൽ ഈ 3 എണ്ണമാണ് ഉള്ളത് കേട്ടോ. ഒന്ന് ETT, ഒന്ന് നാസോഗ്രാസ്റ്റിക് ട്യൂബ്, മറ്റൊന്ന് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. ചില ട്രോമ പേഷ്യൻസിന് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ആവശ്യമായി വരും. അതെങ്ങനെയാണ്? അതായത് ഗുരുതരമായ പരിക്കുള്ള ചില രോഗികളില് അവരുടെ ബോഡി അല്ലെങ്കിൽ എന്താണ് അവരുടെ നട്ടെല്ല് എന്താണ് അനക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള രോഗികളാണെങ്കിൽ അവരുടെ നട്ടെല്ലൊക്കെ അനക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ബോഡിക്ക് അനക്കം തട്ടാതെ വേണം എവിടെ എത്തിക്കാനായിട്ട്, രോഗിയെ റിസീവിംഗ് ഫെസിലിറ്റിയിൽ എത്തിക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, രോഗിയുടെ എന്ത് ചെയ്യും, കഴുത്ത് ലോക്ക് ചെയ്ത് വെക്കും കേട്ടോ. കഴുത്ത് എന്ത് ചെയ്യും, ഒരു സാധനമായിട്ട് എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് വെക്കും. കോളർ പോലത്തെ ഒരു സാധനമായിട്ട് എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. അതാണ് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, അയാളുടെ ബോഡി പിന്നെ അനങ്ങില്ല സാധനം അഴിക്കുന്നത് വരെ. അപ്പൊ ഇതൊരു നല്ലൊരു മെത്തേഡാണ്. അപ്പൊ 3 മെത്തേഡുകളിലൂടെയാണ് രോഗിയെ പ്രീ ട്രാൻസ്ഫറിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എയർവേ ആയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, എയർവേന്ന് എഴുതിക്കോട്ടോ. വാട്ട് ഈസ് എയർവേന്ന് എഴുതിക്കോട്ടെ. എയർവേന്ന് എടുത്തിട്ട് എയർവേന്ന് എഴുതാം. എന്റെ ബ്രാക്കറ്റിൽ ETT എന്ന് എഴുതാം കേട്ടോ. ETT. Provide adequate ventilation. Provide adequate ventilation. And oxygenation. To avoid or halt the HALT, to avoid or halt the progression to cardiopulmonary arrest. Cardiopulmonary arrest. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഇനി അടുത്തത് ബ്രീത്തിങ് നോക്കാം കേട്ടോ. The ventilation should be ETT യുടെ ഒക്കെ ഫുൾ ഫോം എഴുതിയോ നിങ്ങള്? എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് എഴുതിയോ? അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ.
ഞാൻ ഈ പറയുന്ന മലയാളം നോട്ട്സ് വേണോ നിങ്ങൾക്ക്? ആർക്കും ആവശ്യമില്ല? വേണം. ജിനു വേണം എന്നാണോ വേണ്ടെന്നാണോ പറഞ്ഞേ? വേണം. ഓക്കെ, ഇത് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ നോക്കട്ടെ, ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇതിന്റെ ഇംഗ്ലീഷ് നോട്ട്സ്. മൊബൈലിലാണ് തോന്നുന്നു, മൊബൈൽ എടുത്തിട്ടില്ല മോൻ എക്സാം കാരണമായി. ഇത് എഴുതൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഉണ്ടെങ്കിൽ നാളെ കൊണ്ടുവന്ന് ഇംഗ്ലീഷിലെ നോട്ട്സ് തരാം. അത് മതിയില്ലേ? ഓക്കെ ടീച്ചർ. ഈ ടിന്ന് എഴുതിക്കോളൂ കേട്ടോ. എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് ഫുൾ ഫോം എഴുതാം. എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് ഫുൾ ഫോം എഴുതാം. ശ്വാസനാളത്തിന്റെ വായുസഞ്ചാരം സുഗമമാക്കുന്നതിനും ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം തടസ്സപ്പെടാനുള്ള സാധ്യത തടയുന്നതിനും ഗുരുതരമായി പരിക്കേറ്റവരെയോ ഗുരുതരമായ അസുഖം ഉള്ളവർ, അനസ്തേഷ്യ രോഗികൾ എന്നിവർക്കാണ് എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നാസോഗ്രാസ്റ്റിക് ട്യൂബ് കേട്ടോ. നാസോഗ്രാസ്റ്റിക് ട്യൂബ് മൂക്കിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്ന കുഴലാണ് നാസോഗ്രാസ്റ്റിക് ട്യൂബ്. ഭക്ഷണപദാർത്ഥങ്ങൾ രോഗിയുടെ ഉള്ളിൽ എത്തിക്കുന്നതിനായോ അല്ലെങ്കിൽ രോഗിയുടെ വയറിനുള്ളിലെ ഗ്യാസ്ട്രിക് കണ്ടൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയോ ആണ്
നാസോഗ്രാസ്റ്റിക് ട്യൂബ് ഉപയോഗിക്കുന്നത്. നാസോഗ്രാസ്റ്റിക് ട്യൂബ് ഉപയോഗിക്കുന്നത്. ഗ്യാസ്ട്രിക് കണ്ടൻസ് ഫോം ചെയ്യുന്നത് വായു അന്നനാളത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. വായു അന്നനാളത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇനി അടുത്തത് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് എഴുതാം കേട്ടോ. സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. ചില ട്രോമ പേഷ്യൻസിന് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ആവശ്യമായി വരും. സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ആവശ്യമായി വരും. ഗുരുതരമായി പരിക്കുള്ള രോഗികളിൽ അവരുടെ സ്പൈനൽ കേട്ടോ, നട്ടെല്ല്, സ്പൈനൽ അനങ്ങാതിരിക്കാൻ കഴുത്ത് ലോക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ. എഴുതിയോ? ഇത് കഴിഞ്ഞോ? എഴുതി മിസ്. ഓക്കെ, നമുക്ക് സർക്കുലേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അല്ല, ബ്രീത്തിങ് പറഞ്ഞില്ല അല്ലേ? ബ്രീത്തിങ് നോക്കാം കേട്ടോ. The ventilation should be sufficiently regulated with the optimization of the arterial blood gas values in the suspected pneumothorax. Chest drain should be installed before transfer, especially before air transport. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബ്രീത്തിങ് അല്ലെ. വെന്റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ച് സഫീഷ്യന്റ് ആയി കൊടുക്കേണ്ട ഒന്നാണ് അല്ലെ. അവർക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ എന്തായാലും കൊടുത്തിരിക്കണം. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ. നോക്കിയാൽ നിങ്ങള് അവിടെ കൊടുത്തിട്ടില്ലേ? കണ്ടോ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് അഥവാ AB എന്നാണ് പറയുന്നത്, ABC എന്നാണ് പറയുന്നതിന് ഇതായിട്ട് പറയുന്നത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. അതായത് നമ്മുടെ ലങ്സ് ഉണ്ടല്ലോ, നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ, അത് നന്നായിട്ട് സഫീഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മെഷർമെന്റ് ആണ് എന്ത്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗികളില് വെന്റിലേഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ച് അവരുടെ ശ്വാസനാളത്തിലെ അല്ലെങ്കിൽ അവരുടെ ശ്വാസകോശത്തിലെ അവരുടെ ലങ്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവരുടെ ലങ്സിലെ മെഷർമെന്റ് എടുക്കുന്നതാണെന്ത്? ഈ ഒരു ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്? അതായത് ഇങ്ങനെ ഈ മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ?
എങ്ങനെ എടുക്കുന്നേ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല അല്ലെ? അതായത് ലങ്സിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും അളവ് പരിശോധിക്കുന്നതിലൂടെയാണ് ഇങ്ങനെയൊരു മെഷർമെന്റ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലങ്സിലെ, അതായത് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗിയുടെ ലങ്സിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും അളവ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെഷർമെന്റ് എടുക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ. അതായത് അയാളുടെ ലങ്സ് പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെഷർമെന്റ് എടുക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മെഷർമെന്റ് എടുത്താൽ മാത്രമേ ആ രോഗിക്ക് ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെന്റിലേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി സസ്പെക്റ്റഡ് ന്യൂമോതൊറാക്സുകളില് ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ പറയുന്നുണ്ട് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ? അതിനകത്ത് പറയുന്നുണ്ട്, അതായത് എന്തെങ്കിലും ഒരു രോഗിയില് ന്യൂമോതൊറാക്സ് കേസ് ഉണ്ടായാല്, ഫോർ എക്സാമ്പിൾ, അതായത് ഇവിടെ പറയുന്നത് എന്തെങ്കിലും അപകടം മൂലമോ അല്ലെങ്കിൽ ഗുരുതരമായ രോഗം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിക്ക് ശേഷമോ നമ്മുടെ ശ്വാസകോശത്തില്, അതായത് നമ്മുടെ ശ്വാസകോശത്തിനും നെഞ്ചിനും ഇടയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസില് വായു വന്ന് നിറയും. ഈ വായു ശ്വാസകോശത്തിൽ പ്രഷർ ചെലുത്തും. അങ്ങനെ ആ ശ്വാസകോശത്തിന് എന്തുണ്ടാവില്ല? അപ്പോ വികസനം ഉണ്ടാവില്ല. അപ്പൊ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് രോഗികളിൽ വരും. ഇങ്ങനെ വരുന്ന വായുവിനെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ദ്രാവകത്തെ, അല്ലെങ്കിൽ എന്താണ്, ഒരു ലിക്വിഡ് റിമൂവബിൾ ആയിട്ടുള്ള ഒരു സാധനത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. എവിടെ? നെഞ്ചിലേക്ക് കടത്തിവിടുന്നു. ഈ ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സർക്കുലേഷൻ ആണ് പറഞ്ഞത്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലങ്സിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും അളവ് മെഷർമെന്റ് എടുക്കുന്നതാണ്. ഇങ്ങനെ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല്, ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗിയെ സംബന്ധിച്ച് ആ രോഗിയുടെ ലങ്സ് സഫീഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ആൾക്ക് ഈ വാല്യൂ അനുസരിച്ച്, അതായത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂ മെഷർ ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു അവസ്ഥയാണ്. അതായത് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള രോഗം വന്ന പേഷ്യൻസ് ആണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ആക്സിഡന്റ് പറ്റിയ പേഷ്യൻസ് ആണെങ്കിലോ, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിലോ, ഇവരുടെയൊക്കെ ലങ്സ് എന്താണ്, ഇവരുടെയൊക്കെ ലങ്സിൽ എന്താണ്, അതായത് ഈ രോഗികളില് ശ്വാസനാളത്തിനും, അതായത് ശ്വാസകോശത്തിനും അതുപോലെ തന്നെ നെഞ്ചിനും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, ഒരു അറയുണ്ട് നമുക്ക് കേട്ടോ. ആ അറയിൽ എന്ത് വന്ന് നിറയും? വായു വന്ന് നിറയും. ഓക്കെ, ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള പേഷ്യൻസ് അതുപോലെ ആക്സിഡന്റ് പറ്റിയതോ അല്ലെങ്കിൽ രോഗമുള്ളവരോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ ഈ ശ്വാസകോശത്തിനും അതുപോലെ തന്നെ നെഞ്ചിനും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വന്ന് വായു നിറയും. ഈ വായു എന്ത് ചെയ്യും? വികസിക്കും. ഓക്കെ, അതായത് ഈ വായു വികസിച്ച് ഒരു ബലൂൺ പോലെയാകും. അപ്പൊ ഈ രോഗികളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മര്യാദയ്ക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും? നെഞ്ചിലൂടെ ഒരു കുഴല് കടത്തിവിട്ടിട്ട് ആ വായുവിനെ റിമൂവ് ചെയ്യും. ആ ഉപകരണത്തിന്റെ പേരാണത് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അല്ലേ? ഇപ്പൊ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് കേട്ടോ. ആ അവസ്ഥയെ നീക്കം ചെയ്യാനായിട്ട്, അതായത് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളത്തിനും നെഞ്ചിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വായു വന്ന് നിറഞ്ഞ് ബലൂൺ പോലെയാകും. അപ്പൊ രോഗിക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള രോഗികളിലാണ് എന്ത് കൊടുക്കുന്നത്? ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു കുഴലിന്റെ സഹായത്തോടെ എന്ത് ചെയ്യും? നെഞ്ചിലേക്ക് ആ കുഴല് കടത്തിവിട്ടിട്ട് ആ വായുവിനെ റിമൂവ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ബ്രീത്തിങ് ചെയ്യുന്നത്. എങ്ങനെ? ഈ ട്രാൻസ്ഫറിങ് രോഗികൾക്ക്
ബ്രീത്തിങ് കൊടുക്കുന്നത്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു ABC, അല്ല മറ്റേത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. അത് ഉപയോഗിച്ചിട്ട് മെഷർമെന്റ് നടത്തും. ആ മെഷർമെന്റിലൂടെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കും. ഇനി പല ടൈപ്പിലുള്ള രോഗികളുണ്ട്. അവർക്ക് ചിലപ്പോൾ എന്താണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. ഇങ്ങനെയുള്ള രോഗികൾക്ക് മിക്കവർക്കും അങ്ങനെ വരാറുണ്ട്. ഈ ഒരു വായു വന്ന് നിറഞ്ഞിട്ട് ശ്വസിക്കാൻ പറ്റാതായിട്ടുള്ള അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കുഴൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു വായുവിനെ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. ദ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്, the arterial blood gas values analyze measures the measures the balance of oxygen and carbon dioxide in blood. Balance of oxygen and carbon dioxide in blood. ഇനി ന്യൂമോതൊറാക്സ് എന്ന് എഴുതാം കേട്ടോ. ന്യൂമോതൊറാക്സ് PNEUMOTHORAX, ന്യൂമോതൊറാക്സ്. This condition occurs 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 when air leaks into the space between the lungs and the chest wall. The lungs and the chest wall. The lungs and the chest wall. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. A blend or penetrating, a blend, BLUNT, blend or penetrating, PENETRATING, a blend or penetrating chest injury, comma, certain medical procedures, or lung disease can cause pneumothorax.
pneumothorax. ഒന്നുകൂടി പറയാം, this condition occurs when air leaks into the space between the lungs and the chest wall. A blunt or penetrating chest injury, certain medical procedures or lung disease can cause pneumothorax. കേട്ടോ. ഇനി what is chest drain? കേട്ടോ, what is chest drain? Chest drain. A chest drain is a plastic tube. A chest drain is a plastic tube. The chest drain is a plastic tube inserted into the chest. Inserted into the chest. Inserted into the chest. To drain off fluid or air that might be collecting thereafter an operation or accident as a result of disease. Okay, ഒന്നുകൂടി പറയാം. Chest drain is a plastic tube inserted into the chest to drain off fluid or air that might be collecting thereafter an operation or accident as a result of disease. Okay. ഇനി അടുത്തത് സർക്കുലേഷൻ ആണ് ട്ടോ പറയുന്നേ. The patient should have at least 2 wide bore intravenous working cannulas in place before shifting external hemorrhage. If any, should be regulated, controlled, and any shock should be treated with the intravenous fluids and or vasopressors. The availability of cross-matched blood may be needed in the course of transport. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ, രോഗികളിൽ എന്ത് ചെയ്യും, കാനുവല കുത്തൂല്ലേ നമ്മള്. ഇതിനു വേണ്ടിയിട്ടാ കാനുവൽസ് യൂസ് ചെയ്യുന്നേ. കാനുവലകള് എന്തിനു വേണ്ടിയിട്ടാ? മെഡിസിൻസ് ഒക്കെ രോഗികളില് പേഷ്യൻസില് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഫ്ലൂയിഡിന്റെ രൂപത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നേ, നമ്മള് കാനുവലകള് കുത്തുന്നത്. ഇപ്പോ എന്തെങ്കിലും ഒരു രോഗിക്ക് എന്താണ്, ഇപ്പോ പെട്ടെന്ന് തന്നെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് രോഗികളിൽ ഇവിടെ ഹെമറേജ് എന്ന് പറയുന്നത് എന്താണ്? ഹെമറേജ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താണ് ഹെമറേജ്? അറിയാമോ? രക്തസ്രാവം അല്ലേ അത്? അറിയാം. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും, അതായത് ഇൻടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗിയെ സംബന്ധിച്ച് നമുക്ക് മരുന്നുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ രോഗികളിൽ എന്താണ് കാൻവല, 2 കൈയില് കാൻവല കുത്തിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ഈ ഒരു മരുന്നുകളെ ഇൻജെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനൊന്ന് വായിക്കാൻ വേണ്ടി നോട്ട്, എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. വാട്ട് ഈസ്, അപ്പൊ എന്താണ് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് കേൾക്കുക. IV ഫ്ലൂയിഡ്സ് അഥവാ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആർ സ്പെഷ്യലി ഫോർമുലേറ്റഡ് ലിക്വിഡ്സ് ദാറ്റ് ആർ ഇൻജെക്റ്റഡ് ഇൻടു എ വെയിൻ ടു പ്രിവെന്റ് ഓർ ട്രീറ്റ് dehydration. They are used in people of all ages who have sick, injured, അതുപോലെ തന്നെ from exercise or heat or undergoing a surgery. ഇപ്പൊ സർജറി കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിലോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിലോ
അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലോ ആർക്ക് തന്നെ ആയാലും എന്താണ് അവരെന്താണ് ഡീഹൈഡ്രേഷനിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ലിക്വിഡ് രൂപത്തിൽ എന്ത് ചെയ്യാണ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യാണ് മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു ഇൻട്രാവെനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് കാൻവല വഴിയാണ് എന്ത് ചെയ്യുന്നേ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നേ ഇഞ്ചെക്ട് ചെയ്യുന്നത് കേട്ടോ. എഴുതിക്കോളൂ കേട്ടോ. വാട്ട് ഈസ് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് കേട്ടോ. വാട്ട് ഈസ് ദ ഇൻട്രാവെനസ് ഫ്ലൂയിഡ്? INTRAVENOUS FLUID intravenous fluid. IV fluids are especially formulated. IV fluids are especially formulated liquids that are injected into a vein to prevent or treat dehydration. They are used in people of all ages who have sick injured dehydrated from excessive or heat or undergoing a surgery. From excessive or heat or undergoing surgery. ഇനി അടുത്ത താഴെയിട്ട് എഴുതാം. വാസോപ്രസേഴ്സ് ഹെൽപ്പ് റൈസ് വാസോപ്രസേഴ്സ് എന്താണെന്ന് എഴുതുന്നേ. വാസോപ്രസേഴ്സ് ഹെൽപ്പ് റൈസ് ബ്ലഡ് പ്രഷർ. വാസോപ്രസേഴ്സ് ഹെൽപ്പ് റൈസ് ബ്ലഡ് പ്രഷർ when it's so low that get enough blood to organs. Okay. ഇനി നെക്സ്റ്റ് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. Patients with a head injury should have their Glasgow Coma Scale GCS adequately monitored and recorded in document before and the course of transfer and before the administration of any sedative or paralytic agent. അതായത് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് നോക്കാം. അതായത് ഈ GCS അഥവാ ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്
അതായത് ഇപ്പൊ കോമയിലായിട്ടുള്ള പേഷ്യന്റ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയ പേഷ്യൻസ് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ള പേഷ്യൻസ് അവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഈ ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതായത് മോണിറ്റർ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ണനങ്ങുന്നുണ്ടോ, പേഷ്യന്റിന്റെ കൈ അനങ്ങുന്നുണ്ടോ, അവര് കൈയും കാലും ചലിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചുണ്ടനക്കുന്നുണ്ടോ, എന്താ പറയാ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ രോഗികളിൽ പരീക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രോഗികളെ മോണിറ്റർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അതായത് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യൻസിന്റെ കണ്ണൊക്കെ ചലിക്കുന്നുണ്ടോ, അവർ കണ്ണ് തുറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ സംസാരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ കൈയും കാലും ചലിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്ത് അത് രേഖപ്പെടുത്തുന്നതാണ് എന്ത്, ഈ ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിടികിട്ടിയോ? മനസ്സിലായോ? Okay. ഇനി the patient should be protected from cold by providing suitable blankets apart from the above pre-transfer checklist. On the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. അതായത് മേൽപ്പറഞ്ഞ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് കൂടാതെ അനുയോജ്യമായിട്ടുള്ള പുതപ്പുകളൊക്കെ നൽകിയിട്ട് രോഗിയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കണം. കൈമാറ്റം ചെയ്യുന്ന ദിവസം തന്നെ രോഗിയുടെ നിലവിലെ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്നതിന് എല്ലാ അടിസ്ഥാന അന്വേഷണങ്ങളും നടത്തണം. അതായത് രോഗിയെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗിക്കായിട്ടും ആവശ്യമായിട്ടുള്ള അതായത് പുതപ്പുകൾ അല്ലെ, കമ്പിളികളൊക്കെ നൽകിയിട്ട് രോഗി എന്ത് ചെയ്യണം, സുരക്ഷിതനായിട്ട് വേണം അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. കൂടാതെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ദിവസം രോഗിയുടെ എല്ലാ അന്വേഷണങ്ങളും, രോഗിയെ സംബന്ധിച്ച് രോഗിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, രോഗിയെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് എയർവേ പറഞ്ഞു അല്ലെ, എയർവേയിൽ നമ്മൾ അതായത് എന്താണ് എൻഡോട്രിക്കൽ ട്യൂബും അതുപോലെ നാസോഗ്രാസ്റ്റിക് സ്റ്റെബിലൈസേഷനും പിന്നെ എന്താണ് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ ഒക്കെ നടത്തിയിട്ടാണ് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ബ്രീത്തിങ് എങ്ങനെയാണ്, അതായത് രോഗിക്ക് പ്രോപ്പർ വെന്റിലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രോഗിയുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും ഓക്സിജന്റെ അളവും മെഷർ ചെയ്തിട്ടാണ് രോഗിയിലെ വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇനി ന്യൂമോതൊറാക്സ് സംഭവിച്ചിട്ടുള്ള രോഗികളാണെങ്കിൽ അവരുടെ അതായത് ആ വായു, ആ ന്യൂമോതൊറാക്സിലൂടെ സംഭവിച്ചിട്ടുള്ള ആ വായു വന്ന് നിറയുന്ന ആ ഒരു പ്രവണത റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്ന ട്യൂബ് ഉപയോഗിച്ചിട്ട് അത് റിമൂവ് ചെയ്ത ശേഷമാണ് രോഗിക്ക് എന്ത് കൊടുക്കുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇനി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ രോഗിക്ക് എന്ത് ചെയ്യും, നമ്മള് മെഡിസിൻസും അതുപോലെ തന്നെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാനുവല ഇട്ടിട്ടാണ് രോഗികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് രോഗി കണ്ണ് ചിമ്മുന്നുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ, കൈയും കാലുകളൊക്കെ അനക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യകത എന്താണ്, ഈ ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്തിട്ട് വേണം രോഗിയെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. കൂടാതെ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസം എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ട് രോഗിയെ പ്രോപ്പർ ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പിടിയിട്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. തുഷാര മനസ്സിലായോ? ഷാരന് മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. നാളെ വരുമ്പോ ഇതൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ ടീച്ചർ. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്ഫർ നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ താങ്ക് യു ടീച്ചർ.